Hello friends, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്വയത്തിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലിൻ എഫക്റ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ഡാഷ് ഫ്ലിൻ who contributed significantly to its documentation and raised awareness of its implications. ഇവിടെ ആൻസർ വരുന്നത് ജെയിംസ് ആർ ആണ് കേട്ടോ. Second question, identify the appropriate research instrument for gathering information from respondent. എന്താണ് ഐഡൻറ്റിഫൈ ദ അപ്രോപ്രിയേറ്റ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഗാദറിങ് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടൻസ്. ആൻസർ വരുന്നത് തേർഡാണ്, അതായത് ക്വസ്റ്റനെയർ ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, അസേർഷൻ ആൻഡ് റീസൺ ഓൺ അതർ ജെൻസൺ ആൻഡ് ജെനറ്റിക്സ്. Assertion A. Arthur Jensen proposed that ethnic differences in intelligence are due to heredity. Reason or genetics factors never played a significant role in shaping intelligence. ഇവിടെ ആൻസർ വരുന്നത് 3 ആണ്. A is true but R is false. അതായത് Arthur Jensen proposed that ethnic differences in intelligence are due to heredity. അതുപോലെ R റീസൺ ഫാൾസ് ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് നെവർ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെ 3 ആണ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ട്രെയിനഡ് ഇൻ്റർവ്യൂവേഴ്സ് വിസിറ്റിംഗ് പീപ്പിൾ ടു കളക്ട് ക്വസ്റ്റനെയർ ഡാറ്റ അലൈൻ വിത്ത് ദ ഫ്രെയിം വർക്ക്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. ഓപ്ഷൻസ്: ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ്, ടെലിഫോൺ ഇൻ്റർവ്യൂസ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലിഫോൺ ഇൻ്റർവ്യൂവിംഗ്, അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പേഴ്സണൽ ഇൻ്റർവ്യൂയിങ്. ഏതാണ് വരിക? ഫോർത്താണ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പേഴ്സണൽ ഇൻ്റർവ്യൂയിങ് ആണ് വരിക. അതായത് CAPI, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പേഴ്സണൽ ഇൻ്റർവ്യൂയിങ് എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസിങ് ട്രെയിനഡ് ഇൻ്റർവ്യൂവേഴ്സ് ആൻഡ് ഡിജിറ്റൽ ഡാറ്റ കളക്ഷൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലുള്ള കീ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൻ്റെ കീ ഫോക്കസ് ഏരിയാസാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ്, അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ബർത്ത് ടു 1 ഇയർ ആണ്. കീ ഏരിയ അല്ലെങ്കിൽ കീ ഫോക്കസ് എന്ന് പറയുന്നത് മൗത്താണ്. പ്ലഷർ സെൻറ്റർ, സക്കിങ്, ബൈറ്റിംഗ്, ബ്രസ്റ്റ് ഫീഡിങ്. കീ പോയിൻറ്റ്, പ്ലഷർ സെൻറ്റേഴ്സ് ഓൺ ദ മൗത്ത്. അപ്പോൾ ഇവിടെ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലഷർ സെൻറ്റേഴ്സ് ഓൺ ദ മൗത്താണ് കേട്ടോ. അനാൽ സ്റ്റേജ് എന്ന് പറയുന്നത് 1 to 3 ഇയേഴ്സ് ആണ്. അനാൽ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആണ്. കീ ഫോക്കസ് എന്ന് പറയുന്നത് ബൗൾ ആൻഡ് ബ്ലാഡർ കൺട്രോൾ ആണ്. പ്ലഷർ സെൻറ്റർ അനസ്. കീ പോയിൻറ്റ്, പ്ലഷർ ഷിഫ്റ്റ്സ് ടു ബൗൾ ആൻഡ് ബ്ലാഡർ കൺട്രോൾ. അതായത് ടോയ്ലറ്റ് ട്രെയിനിങ് ആ ഒരു അനാൽ സ്റ്റേജ് 1 to 3 ഇയേഴ്സ്. ഫോളിക് സ്റ്റേജ് 3 to 6 ഇയേഴ്സ് ആണ്. കീ ഫോക്കസ് എന്ന് പറയുന്നത് ജെനൈറ്റൽസ് ആണ്. പ്ലഷർ സെൻറ്റർ ജെനൈറ്റൽ അവെയർനെസ് ആണ്. കീ പോയിൻറ്റ് അല്ലെങ്കിൽ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മെച്ചുറേഷൻ ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഒഡീപ്പസ്, എലക്ട്ര കോംപ്ലക്സ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ജെനൈറ്റൽ സ്റ്റേജ് ആണ്, അതായത് പ്യൂബർട്ടി ഓൺവേർഡ്. കീ ഫോക്കസ് എന്ന് പറയുന്നത് മെച്വർ സെക്ഷൽ ഇൻറ്റിമസി ആണ്. പ്ലഷർ സെൻറ്റർ എന്ന് പറയുന്നത് ജെനൈറ്റൽസ് ആണ്, എഗെയിൻ ജെനൈറ്റൽസ് എഗെയിൻ ബട്ട് നൗ ഇൻ എ മെച്വർ വേ ആണ്. കീ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലഷർ സോൺ ഈസ് ദ ജെനൈറ്റൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് മെച്വർ സെക്ഷൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ജെനൈറ്റൽ സ്റ്റേജിൻ്റെത് എന്ന് പറയുന്നത് pleasure zone is the genitals,
ഡെവലപ്മെൻറ്റ് ഓഫ് മെച്യൂർ സെക്ഷൽ റിലേഷൻഷിപ്പ്. ഫോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മെച്ചുറേഷൻ ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ്. അനാൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്ലഷർ ഷിഫ്റ്റ് ടു ബൗൾ ആൻഡ് ബ്ലാഡർ കൺട്രോൾ. ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്ലഷർ സെൻറ്റേഴ്സ് ഓൺ ദ മൗത്ത്. അപ്പോൾ ഈ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആ ഒരു സ്റ്റേജ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് മനസ്സിലാക്കിയാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് emphasizes developmental change throughout adulthood as well as childhood. Educational approach, lifespan approach, traditional approach, modern approach. Choose the correct answer from the options given below. ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ചേഞ്ച് ത്രൂ ഔട്ട് അഡൽട്ട്ഹുഡ് ആസ് വെൽ ആസ് ചൈൽഡ്ഹുഡ്? ഇതിൽ ബി ഓൺലി ആണ് കേട്ടോ ആൻസർ. ലൈഫ് സ്പാൻ അപ്രോച്ചാണ്. ബി ഓൺലി ആണ് ആൻസർ വരുന്നത്. അടുത്തത് സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ഏജ് റേഞ്ചും കൊടുത്തിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് ഏതായിരിക്കും വരിക? ഏർലി ചൈൽഡ്ഹുഡ് വരുന്നത് 2-6. ഇൻഫാൻസി സ്റ്റേജ് ആണ് 0-2 ആണ് അല്ലേ? 0-2 ഇയേഴ്സ് ഇൻഫാൻസി സ്റ്റേജും. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 2-6. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 7-11 ഇയേഴ്സും. അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ 20-40 ഇയേഴ്സ് അങ്ങനെയായിരിക്കും വരിക. ഇതിൽ ആൻസർ വരുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് 2-6, അഡൽട്ട്ഹുഡ് 20-40 ഇയേഴ്സ്, മിഡിൽ ചൈൽഡ്ഹുഡ് 7-11, ഇൻഫാൻസി എന്ന് പറയുന്നത് 0-2 ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ദ ടേം യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഓഫ് എ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് നോൺ ആസ് സൈഗോട്ട്. The term used for the developmental stage of a fertilized egg is known as zygote. നമുക്ക് explanation നോക്കാം. A zygote is the single cell formed when a sperm fertilizes an egg. It represents the earliest developmental stage of a fertilized egg. Embryo is a later stage after the zygote undergoes several divisions. എന്താണ് സൈഗോട്ട് ഒരുപാട് സെവറൽ ഡിവിഷൻസിലേക്ക് പോകുമ്പോൾ അതിൽ ലേറ്റർ സ്റ്റേജ് ആണ് എംബ്രയോ എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട് ഈസ് ദ സിംഗിൾ സെൽ ഫോംഡ് വെൻ എ സ്പെർം ഫെർട്ടിലൈസേഴ്സ് ആൻ എഗ്. ഇവിടെ സിംഗിൾ സെൽ ഫോംഡ് വെൻ എ sperm fertilizes an egg. It represents the earliest developmental stage of a fertilized egg. അതായത് ഇത് ഒരു ഏർലിയസ്റ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ. എംബ്രയോ എന്ന് പറയുന്നത് പിന്നെയുള്ള സ്റ്റേജാണ്. ആഫ്റ്റർ സൈഗോട്ട് അണ്ടർഗോസ് ദ സെവറൽ ഡിവിഷൻസ്. ദ മാസ് ഓഫ് സെൽസ് ഈസ് നൗ നോൺ ആസ് ഏതായിരിക്കും ആൻസർ? എംബ്രയോ ആണ് വരിക. നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ സൈഗോട്ട് അണ്ടർഗോസ് multiple cell divisions and implants in the uterus, it becomes a mass of cells known as an embryo. The embryonic stage lasts from the implantation up to the 8th weeks of pregnancy. അപ്പോൾ നമുക്ക് സൈഗോട്ട് എന്താണ്? സൈഗോട്ട് സിംഗിൾ സെൽ സ്റ്റേജ് ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ. ഇനി corpus luteum, a hormone producing structure in the ovary. A hormone producing structure in the ovary, corpus luteum. Follicles, structures in the ovary containing immature eggs. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ മറ്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എംബ്രയോ എന്താണെന്നും സൈഗോട്ട് എന്താണെന്നും ഫോളിക്കിൾസ് എന്താണെന്നും കോർപ്പസ് ലൂട്ടിയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Separation distress is most common around of age 12 months, 3 to 5 months, 4 to 6 months, 6 to 8 months. ആൻസർ 6 to 8 months ആണ്.
Separation distress, also known as separation anxiety, typically begins to appear around 6 to 8 months of age, when infants start to develop object permanence and realize that their caregivers still exist even when not in sight. This realization can make them anxious when separated. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.